ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. തിന്നാലും മതിയാവാത്തൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വിഭവം. മിൽക്കും പൊട്ടാറ്റയും അരിപ്പൊടിയുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയേണ്ടത് തന്നെ ഗംഭീര ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയുമാണ്. പിന്നെ ഇവ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് 1 പൊട്ടാറ്റയും അതുപോലെ തന്നെ 1 ഗ്ലാസ് മിൽക്കുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് 1 പൊട്ടാറ്റോ ഉടച്ച് ചേർക്കുക. 1 പൊട്ടാറ്റോ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് ഇതിലേക്ക് പിന്നീട് ഉടച്ച് ചേർക്കുന്നത്. പൊട്ടാറ്റോ കൂടുതലായിട്ട് വേവിച്ചെടുത്താൽ നമുക്ക് വേഗം തന്നെ ഇതുപോലെ നല്ല ഉടച്ച് ചേർക്കാവുന്നതാണ്. പൊട്ടാറ്റോ മിക്സിയിൽ അരച്ചെടുക്കാണ്ട് ഇതുപോലെ ഉടച്ചെടുത്താലാണ് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ മോർണിംഗിലൊക്കെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കറി പോലും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതേപോലെ പൊട്ടാറ്റോയും അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ എല്ലാം നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മിൽക്ക് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഈ കൂട്ടിലേക്ക് 1 ഗ്ലാസ് മിൽക്ക് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ഈ കൂട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് വരെ ഇതിനാവശ്യമായ വെള്ളം കൂടി ചേർത്തെടുക്കുക. ഏകദേശം ഇതുപോലെയാണ് ഇതിൻ്റെ മാവ്. നമ്മുടെ പൂരിയുടെയൊക്കെ ആ ടൈപ്പിലാണിത്. ഒരുപാട് ലൂസാകാനും പാടില്ല, അതുപോലെ തന്നെ ടൈറ്റും ഓവറാകാൻ പാടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടായിട്ടുള്ളത് ഇറച്ചിക്കറിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായാൽ. അപ്പോൾ ഇത് നമ്മുടെ രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ആവശ്യമായ എണ്ണ ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ടും അതുപോലെ തന്നെ വലിയ രീതിയിലും ഇത് ഉരുളകളാക്കി ചുട്ടെടുക്കുന്നുണ്ട്. ചെറിയ ഉരുളകൾ തന്നെ വേഗം തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പൊന്തി വരുന്നുമുണ്ട്. കണ്ടില്ല എത്ര പെട്ടെന്നാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്, വളരെ ഈസിയുമാണ്. പിന്നെ ഇതിൻ്റെ മാവ് ടോട്ടലി മിക്സ് ചെയ്ത് അല്പസമയം നമുക്ക് റെസ്റ്റിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോൻ്റെ ആദ്യം പറയാൻ വിട്ടുപോയതാണ്, ഇതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ടേസ്റ്റിയും ഈസിയുമായി ഈ ബ്രേക്ക്ഫാസ്റ്റിന് അധികം എണ്ണയും ആവശ്യമില്ല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ സൂട്ടായിട്ടുള്ള കറിയാണ് ചിക്കൻ കറി. അതുകൂടി ഞാൻ എളുപ്പത്തിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് വെറൈറ്റി വീഡിയോകളുമായി വീണ്ടും കാണാം.